അപ്പോൾ ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് CPM-ന്റെ സ്ഥാനാർത്ഥി എന്നറിയുന്നതിനകത്ത് ഒരു സന്തോഷമുണ്ട്. കാരണം എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എനിക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റുന്നു എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട്. പിന്നെ CPM അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ, അതായത് CPM-ന്റെ റാങ്ക് ആൻഡ് ഫയൽ നിൽക്കുന്ന ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനകത്ത് വ്യക്തിപരമായി വലിയ സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ, ഞങ്ങൾക്കെല്ലാവർക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. സംസ്ഥാനത്തിനകത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അത് ഉമ്മൻചാണ്ടി സാറിന്റെ ഓറയിലാണ്, അതുകൊണ്ട് അത് ഭരണവിരുദ്ധ വികാരമല്ല ചർച്ച ചെയ്യപ്പെട്ടത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? അത് സ്വതന്ത്രനെ മത്സരിച്ച ആ സ്ട്രാറ്റജി പാളിപ്പോയതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? മറ്റൊരു പാർട്ടിയിൽ നാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനെ ജനങ്ങൾ അംഗീകരിക്കാത്തതാണ്. ഇത്തവണ ഇതൊന്നും പറയാൻ കഴിയില്ലല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പ്രദേശക്കാരനാണ് എന്ന് അവരവകാശപ്പെടുന്ന ആള്, അങ്ങനെ ഒരാൾ തന്നെ മത്സരിച്ചിട്ട് ആ ആള് പരാജയപ്പെടുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കും സർക്കാരിനും പങ്കില്ല, ഇത് പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരവും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ സന്തോഷം ഞങ്ങൾക്ക് അതെന്തിനാ ഭയക്കുന്നത്? ഇപ്പം ഞങ്ങൾ അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെതിരെ CPM സ്ഥാനാർത്ഥിയെ നിർത്താതെ ഞങ്ങൾ ഈസി വാക്ക് ഓവറിൽ ഒറ്റയ്ക്ക് ജയിച്ച് നോമിനേഷൻ കൊടുത്തിട്ട് ജയിച്ചു പോകുന്ന എഴുതിയിട്ടല്ലോ ഞങ്ങൾ മത്സരത്തിനിറക്കിയത്. ഞങ്ങളിവിടെ CPM-ന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ സ്ഥാനാർത്ഥിയാകണം. ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാകണം. അതല്ലാതെ ഊരും പേരും അറിയാത്ത ആരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ബലിയാടാക്കിയിട്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിക്കും സർക്കാരിനും അല്ല ഇതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഇനിയും കഴിയില്ലല്ലോ. ഈ പരാജയം അവരംഗീകരിക്കുമല്ലോ. ഈ സ്ഥാനാർത്ഥിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പരാജയം പാർട്ടിയുടെ പരാജയമായിട്ടും സർക്കാരിന്റെ പരാജയമായിട്ടും ഇനിയും കൌണ്ട് ചെയ്യാമല്ലോ. ഞങ്ങളും തിരിച്ചംഗീകരിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് കൌണ്ട് ചെയ്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി, എപ്പോഴെങ്കിലുമൊക്കെ തോൽവിയുടെ റെസ്പോൺസിബിലിറ്റി കൂടി CPM-ഉം പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയൊക്കെ ഏറ്റെടുക്കട്ടെ. ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ ഭയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും, ഇപ്പം സ്ഥാനാർത്ഥികൾ കരുത്തരാണോ ദുർബലരാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതിനകത്തൊരു കമന്റ് പറയുക എന്ന് പറയുന്നത് ജനങ്ങളോടൊരു വെല്ലുവിളിയാണ്. പക്ഷെ ഞാൻ ഒരനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് എന്ന് മാധ്യമങ്ങൾ അടക്കം സമ്മതിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും സമ്മതിക്കാതിരുന്ന, മാത്രമല്ല CPM എന്ന് പറയുന്ന CPM-ന്റെ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്ന 2021 തെരഞ്ഞെടുപ്പിൽ, ആ തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന ഒരാളാണ് സ്ഥാനാർത്ഥി. അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, അത് നിലമ്പൂരുകാരാണ് തീരുമാനിക്കുക. അങ്ങനെ വെല്ലുവിളിക്ക് ഞാനില്ല. ഞാൻ പറഞ്ഞത് സർക്കാരിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും ആരോടാണ് പരാജയപ്പെട്ടത്? CPM വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അഴിമതിക്കാരനായി ക്രൂശിലേറ്റുവാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പരാജയത്തിന് ശേഷം 5 വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന ശ്രീ K. ബാബു. സത്യത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ആകാൻ പോകുന്നത് ശ്രീ K. ബാബു ആയിരിക്കും. ആ K. ബാബുവിനോട് പരാജയപ്പെട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല. ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് അതിനകത്തും വലിയ അഭിമാനമാണുള്ളത്. കാരണം എതിർ സ്ഥാനാർത്ഥിയെ അവരെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നൊരു സന്തോഷം, അഭിമാനമുള്ള കാര്യമല്ലേ. ഇവിടെ ചിഹ്നത്തിൽ മത്സരിക്കാറില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് ഇപ്പോൾ സ്വരാജ് മത്സരത്തിലെത്തുന്നത്. എങ്ങനെയാണ് അതിനെ കാരണം? അല്ല, അവരുടെ ചിഹ്നത്തെ പറ്റിയൊക്കെ ശ്രീ AK ബാലൻ മുൻപ് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടിയുടെ ദയനീയത. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ കേരളത്തിൽ എല്ലാ ആളുകൾക്കും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് പറയുക, എന്നിട്ട് ഒരു മണ്ഡലത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ ആത്മവിശ്വാസമില്ല. ഞാൻ ചോദിച്ചോട്ടെ, അത്ര ആധികാരികമായിട്ട് ജനങ്ങൾക്കിടയിൽ അവർക്കൊരു പിന്തുണയുണ്ട് എങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കില്ലേ? അപ്പൊ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. ഇവര് എപ്പോഴും കുഞ്ഞാലിയുടെ മണ്ണെന്ന് പറയുന്നു. ഞങ്ങൾ അത് തന്നെയാണല്ലോ പറഞ്ഞത്. കുഞ്ഞാലിയുടെ മണ്ണെന്ന് വീമ്പ് പറയാതെ ഒന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക, സന്തോഷമുണ്ട്. ഒരു ന്യായീകരണവും ഇനിയും പറയാനില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടുമ്പോൾ ഒരു ന്യായീകരണവും പറയാനില്ലാത്ത രീതിയിൽ CPM-ന്റെ പൊളിറ്റിക്സ് ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന, CPM-ന്റെ എല്ലാ മാൻഡേറ്റുകളും ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആധികാരികമായ ഞാൻ പാലക്കാട് പറഞ്ഞിരുന്നു, ആധികാരികമായ വിജയം ഇവിടെ ആര്യാടൻ ഷൌക്കത്തിനുണ്ടായി. അവിടെ അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അൻവർ എന്ന് പറയുന്ന ഫാക്ടർ എങ്ങനെയൊക്കെ വർക്കായാലും അത് CPM-ന് തലവേദനയാണ്. കാരണം ആരാണ് അൻവർ? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നിലമ്പൂരിൽ ഞങ്ങൾ അടുത്ത ദിവസം തൊട്ട് വീട് കയറാൻ പോവുകയാണ്. ഞങ്ങൾ വീട് കയറാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയം പറയാനുണ്ട്. CPM-ന്റെ പ്രവർത്തകർക്ക് എന്താണ് വീട്ടിൽ കയറി പറയാൻ പറ്റുന്നത്? ആ വീട്ടിലെ ആളുകൾ തിരിച്ചു ചോദിക്കില്ലേ, 4 വർഷക്കാലം മുൻപ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങളുടെ MLA ഇപ്പം നിങ്ങളെപ്പറ്റി എന്ത് പറയുന്നു? ആ MLA പറ്റി നിങ്ങൾ എന്ത് പറയുന്നു?
ഇപ്പം നിങ്ങൾ മത്സരിപ്പിക്കുന്ന ആളെ പറ്റി നാളെ നിങ്ങൾ തള്ളി പറയില്ലെന്നോ, ആ ആള് നിങ്ങളെ തള്ളി പറയില്ലെന്നോ ഞങ്ങൾക്ക് എന്താ ഗ്യാരണ്ടി എന്ന് ഒരു നിലമ്പൂരെ പ്രബുദ്ധനായ വോട്ടർ ചോദിച്ചാൽ മറുപടി പറയുവാൻ പോലുമില്ലാത്ത രാഷ്ട്രീയ പാപ്പരത്വം സർക്കാരിനുണ്ട്. പിന്നെ ഈ നിലമ്പൂരുകാരും ഈ ഹൈവേയിലൂടെയൊക്കെയല്ലേ യാത്ര ചെയ്യുന്നത്. ഈ നിലമ്പൂരിലെ ഇപ്പം എനിക്ക് വലിയ കൗതുകമായി തോന്നിയത് ഇവരുടെ ഇപ്പോഴത്തെ കാർഡ് എന്തായിരുന്നു, തദ്ദേശവാസിയായ സ്ഥാനാർത്ഥി. ആദ്യമായിട്ടാ ഒരു നാട്ടുകാരനായ സ്ഥാനാർത്ഥി ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് പിന്നെ ലോഞ്ച് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കാണുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ അടൂർ എന്ന് പറയുന്നത് പിന്നെ സംവരണ മണ്ഡലമാണ്, എനിക്ക് മത്സരിക്കാൻ കഴിയില്ല. അപ്പൊ അടൂരിൽ പാർട്ടി എനിക്കൊരു അവസരം തന്നു ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ലോഞ്ചിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ അവിടുത്തെ നാട്ടുകാരനല്ലേ. ആര്യാടൻ ഷൌക്കത്തിന് ലോഞ്ച് ഇല്ലായിരുന്നല്ലോ. അപ്പം നാട്ടുകാരനായ ആൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ലോഞ്ച് കൊടുക്കുകയാണ്. അപ്പം അവർ തന്നെ സമ്മതിക്കുകയാണ് നാട്ടുകാരൊന്നുമല്ല. ഞാൻ അതൊന്നും വിഷയമായിട്ട് പറയല്ല, നാടാകണമെന്നൊന്നുമില്ല ഒരു തെരഞ്ഞെടുപ്പിൽ. ഇപ്പം ഞാൻ എന്റെ നാട്ടിൽ മത്സരിച്ചുള്ള ആളല്ല. പക്ഷേ രണ്ടും കൂടി പറയരുത്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ജനകീയമായ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടായിട്ടുണ്ടോ? ഈ നാട്ടിലെ കവളപ്പാറയിലടക്കം ദുരന്തമുണ്ടായതിനു ശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കാതിരുന്നിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിൽ ശ്രീ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ കുടുംബം ഉൾപ്പെടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. വലിയ വിഷയങ്ങളെ പറ്റിയൊക്കെ ഘോരഘോരം വാക്കുകൊണ്ട് മാത്രം പറഞ്ഞു പോവുകയും പിന്നീടുള്ള നിലപാടിൽ ഒരു ആത്മാർത്ഥയും കാണിക്കാതിരിക്കുന്ന ആ മാന്യ വ്യക്തി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരെ പുലി പിടിക്കുമ്പോൾ, ആന എറിഞ്ഞും ചവിട്ടിയും കൊല്ലുമ്പോൾ, കൃഷി നശിപ്പിക്കുമ്പോൾ ഒറ്റ വാക്ക്, ഒരു വരി, ഒരു കുത്ത്, ഒരു കോമയുടെ പ്രതികരണം ഈ നാടിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങുന്ന ആളുകളെ പറ്റി നാട്ടുകാർ വിലയിരുത്തും, അത്രേ പറയുള്ളൂ.